ഗായ്സ്, അപ്പം നമുക്കൊന്നൊരു മഷ്റൂം കറി ഉണ്ടാക്കാൻ ചട്ടിയില്ല. നമുക്ക് ചട്ടി തപ്പണല്ലോ. അയ്യോ, ഇതിപ്പോൾ എവിടെ നിന്നാ മുകളിൽ വരുന്നേ? ഇന്ന് നമുക്കൊരു മഷ്റൂം ഉണ്ടാക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ടൊമാറ്റോസ് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങൾ ഇത് മഷ്റൂം എടുക്കുന്നതിനനുസരിച്ചാണ്. ശേഷം ചതച്ച ഗാർലിക് ഇടുക. ശേഷം നമ്മളിതാ മഷ്റൂമാണ് ഇടേണ്ടത്. ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മഷ്റൂം ഇടുക. ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മുടെ മസാലപ്പൊടികളാണ് ഇടേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇടേണ്ടത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുക. അതിനുശേഷം നല്ലോണം ഇളക്കി കുറച്ച് വഴണ്ടി വരുമ്പം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എത്ര വെള്ളം ഒഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ അത് തിളച്ച് വരുമ്പോൾ അത് വറ്റിയാലാണ് അതിൻ്റെ രുചി ഉണ്ടാവുക. കണ്ടു, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അധികം കുറഞ്ഞ് വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അത് നേരെ കായ്ച്ചില്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രുചിയുണ്ട് കേട്ടോ. അതിനുശേഷം ആ മാമിക്ക് റെഡിയായപ്പോൾ മാമിക്ക് ടേസ്റ്റ് എടുത്ത് മാമിയുടെ റിയാക്ഷൻ കണ്ടറിയാം നിങ്ങൾക്ക് എത്ര അടിപൊളിയാണെന്ന്. അടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ് ഗൈസ്. അപ്പം നിങ്ങൾ റിയാക്ഷൻ കണ്ടു നോക്കൂ. അതിനുശേഷം ഇതാ മാമിക്കുള്ള ചോറ് വളർത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മാമിക്ക് കുറച്ച് ചോറല്ല, മാമി ഇപ്പോൾ ഇത് ഇത്ര കഴിക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മളെ ചെറുതിന് കൊടുത്തു. അവനെന്താ ടേസ്റ്റ് ചെയ്തു. അവൻ്റെ മുഖത്തെ റിയാക്ഷൻ അത്രക്കും അടിപൊളിയായിട്ടാണ് അവൻ റിയാക്ട് ചെയ്തത്. ഞങ്ങൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയല്ല, അവൻ റിയാക്ട് ചെയ്യാണ്. നല്ല ടേസ്റ്റ് എന്താ പിന്നെയും വന്നിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. ശേഷം ഞങ്ങൾ ഇല വിരിച്ചിട്ട് കുറേ ചോറിട്ടു, അതിലോട്ട് മഷ്റൂം ഇട്ടു. ലാസ്റ്റ് ഫൈനലായിട്ടൊരു വീഡിയോ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.